നാടും നഗരവും തിരഞ്ഞെടുപ്പ് ചൂടിലാണ്. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തിയിട്ടുള്ളത് വാണിമേൽ ഗ്രാമപഞ്ചായത്ത് UDF ചെയർമാനും വാണിമേൽ ഗ്രാമപഞ്ചായത്തിലെ UDFൻ്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുമായ അഷ്റഫ് കൊറ്റാലയാണ്. 20 വർഷത്തെ UDF ഭരണം, ആ പ്രധാനമായും UDFൻ്റെ വികസന മുരടിപ്പാണ് LDF പ്രധാന പ്രചരണായുധമായി മുന്നോട്ട് വെക്കുന്നത്. എന്താണ് UDF മുമ്പോട്ട് വെക്കുന്നത്? വികസന മുരടിപ്പ് എന്ന ആ പ്രയോഗം തന്നെ വളരെ തെറ്റാണ്. കാരണം 20 വർഷം മുമ്പുള്ള വാണിമേലിനെയും ഇന്നത്തെ വാണിമേലിനെയും ഒന്ന് താരതമ്യം ചെയ്യുമ്പോൾ വികസന കാര്യത്തിൽ വാണിമേൽ എത്രമാത്രം മുന്നോട്ട് പോയി എന്നുള്ളത് പകൽ വെളിച്ചം പോലെ വ്യക്തമായൊരു കാര്യമാണ്. പ്രത്യേകിച്ച് വാണിമേൽ ഒരു മലയോര ഗ്രാമപഞ്ചായത്താണ്. കർഷകരും കർഷക തൊഴിലാളികളും അതുപോലെ തന്നെ സാധാരണക്കാരായ ആൾക്കാർ തിങ്ങി താമസിക്കുന്ന ഈ പ്രദേശം ഇന്ന് കോഴിക്കോട് ജില്ലയിലെ മറ്റ് ഏത് പഞ്ചായത്തിലോടും കിടപിടിക്കുന്ന രൂപത്തിലേക്ക് വളർന്നു വന്നിട്ടുണ്ട്. ആ വളർച്ച അടിസ്ഥാന സൗകര്യ വികസനത്തിലുണ്ടായിട്ടുണ്ട്, വിദ്യാഭ്യാസത്തിലുണ്ടായിട്ടുണ്ട്, സാംസ്കാരിക രംഗത്തുണ്ടായിട്ടുണ്ട്, സാമ്പത്തിക രംഗത്തുണ്ടായിട്ടുണ്ട്, അതേപോലെ തന്നെ കായിക രംഗത്തുണ്ടായിട്ടുണ്ട്. വാണിമേൽ എന്ന് പറയുന്ന ദേശം തന്നെ പുറം നാടുകളിൽ നിന്ന് ഏറ്റവും നല്ല രൂപത്തിൽ അറിയപ്പെടുന്നു. ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇച്ഛാശക്തിയും നിശ്ചയദാർഢ്യവുമുള്ള ഒരു ഭരണകൂടം ഈ നാട് ഭരിക്കുന്നത് കൊണ്ടാണ് ഈ മേഖലകളിലൊക്കെ ഒട്ടേറെ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഓരോ ഉദാഹരണങ്ങൾ വേണമെങ്കിൽ നമുക്ക് കാണാം. ഇന്ന് നമ്മുടെ പ്രദേശത്ത് ഏറ്റവും അടിസ്ഥാന സൗകര്യ വികസനത്തിൽ നമ്മൾ വളരെ മുന്നോട്ട് പോയി. നമ്മുടെ ഗ്രാമീണ പ്രദേശങ്ങളിൽ ടൗണുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളിൽ മാത്രമല്ല, മലയോര ഭാഗങ്ങളിൽ വരെ ഇന്ന് ഓരോ പൗരനും അവനിക്ക് സ്വന്തം അവൻ്റെ വാഹനം എടുത്ത് അവൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുത്തത് ഈ ഭരണമുന്നണി അല്ലെങ്കിൽ ഐക്യജനാധിപത്യ മുന്നണി ഭരിക്കുന്ന വാണിമേൽ പഞ്ചായത്തിൻ്റെ പ്രധാനപ്പെട്ട നേട്ടങ്ങളാണ്. ഈ 5 വർഷത്തെ UDFൻ്റെ ഭരണത്തിൽ ഏറ്റവും എടുത്തു പറയാവുന്ന നേട്ടങ്ങൾ എന്തൊക്കെയായിരിക്കും? 5 വർഷത്തിൽ ഞങ്ങൾ അടിസ്ഥാന സൗകര്യം, പ്രത്യേകിച്ച് പൗരന്മാരുടെ ജീവിത രീതിയിൽ മാറ്റമുണ്ടാകാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് അവരെ കൈപിടിച്ചുയർത്താനുള്ള പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. 5 കോടി രൂപയാണ് ലൈഫ് ഭവന പദ്ധതിയിലൂടെ ഈ സർക്കാരിൻ്റെയും അതേപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റൊക്കെ സഹായത്തോടു കൂടി വാണിമേൽ പഞ്ചായത്ത് നടപ്പിലാക്കിയത്. ഞങ്ങൾ മനസ്സിലാക്കുന്നത് കൃത്യമായൊരു രൂപരേഖ ഉണ്ടാക്കി 250ഓളം കുടുംബങ്ങൾക്ക് വീടുണ്ടാക്കി കൊടുത്തു. വീടെന്നുള്ളത് ഒരു പൗരൻ്റെ സ്വപ്നമാണ്. ആ സ്വപ്ന സാക്ഷാത്കാരത്തിന് ഈ ഭരണകൂടം മുന്നിൽ നിന്ന് നയിച്ചതിൻ്റെ ഭാഗമായിട്ട് ആ പ്രശ്നം ഒരു പരിധിവരെ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കുടിവെള്ളമാണ് ഇവിടുത്തെ സാധാരണക്കാരായ ആൾക്കാർ അനുഭവിക്കുന്ന മറ്റൊരു പ്രശ്നം. ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ 20 വർഷങ്ങളിലായി തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഇന്ന് വാണിമേൽ പഞ്ചായത്തിൽ കുടിവെള്ളത്തിൻ്റെ പ്രശ്നമേ ഇല്ല. പലപ്പോഴും വരൾച്ചാക്കാലം വന്നു കഴിഞ്ഞാൽ പാത്രവുമായി ക്യൂ നിൽക്കുന്ന ഒരുപാട് സ്ത്രീകളെ വാണിമേലിൻ്റെ പഴയ ചിത്രത്തിൽ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ ഇന്ന് അങ്ങനെയുള്ള അനുഭവമില്ല. കാരണം 18 കുടിവെള്ള പദ്ധതികളാണ് വാണിമേൽ പഞ്ചായത്തിൽ UDFൻ്റെ ഭരണത്തിൽ നടപ്പിലാക്കിയത്. അത് വാണിമേലിൻ്റെ ചേലമുക്ക് മുതൽ വിലങ്ങാടി ചൊത്തുള്ള പോയിൽ വരെ എല്ലാ വാർഡുകളും, പ്രത്യേകിച്ച് മലയോര വാർഡുകളൊക്കെ കേന്ദ്രീകരിച്ച് കൊണ്ടുണ്ടാക്കിയ ചെറുകിട കുടിവെള്ള പദ്ധതികൾ. ഏറ്റവും അവസാനമായിട്ട് കുന്നുമ്മൽ പദ്ധതി വന്നപ്പോൾ അത് ഈ പദ്ധതിയുടെ കീഴിലുള്ള 6 പഞ്ചായത്തുകൾ ഏറ്റവും ആദ്യമായിട്ട് എല്ലാ വീടുകളിലും കുടിവെള്ള കണക്ഷൻ കൊടുക്കാൻ കഴിഞ്ഞത് ഈ ഭരണസമിതിക്കാണ്. അത് പ്രത്യേക ഗവൺമെൻറ് തന്നെ ഞങ്ങൾക്ക് അതിന് അംഗീകാരം നൽകിയിട്ടുണ്ട്. ആദ്യമായിട്ട് ഈ പദ്ധതിയുടെ കീഴിലുള്ള പഞ്ചായത്തുകളിൽ പൂർണ്ണമായും എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കാൻ കഴിഞ്ഞു. അപ്പോൾ ജനങ്ങളുടെ ഒരു വലിയൊരു പ്രശ്നത്തിന് ഭരണസമിതി പരിഹാരം കാണുകയാണ്. LDF ഇപ്രാവശ്യം പ്രധാന പ്രചരണായുധമായി ഉപയോഗിക്കുന്നത്, അവരെ റീൽസിലും ഷോർട്സിലൊക്കെ കാണിക്കുന്നത്, വാണിമേലിൽ ഒരുപാട് കായിക പ്രതിഭകളുണ്ട്. ആ കായിക പ്രതിഭകൾക്ക് വേണ്ട ഒരു ഗ്രൗണ്ട് സജ്ജീകരിക്കാൻ UDF ഭരണമുന്നണിക്ക് സാധിച്ചിട്ടില്ല. വാണിമേൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് ഇപ്പോഴും ഒരു പഴയ കെട്ടിടമാണ്. ആ പഴയ കെട്ടിടം പോലും നല്ല രീതിയിൽ പുതുക്കി പണിയാനൊന്നും സാധിച്ചിട്ടില്ല. ഇതിനെങ്ങനെയാണ്, ഈ വിമർശനത്തെ എങ്ങനെയാണ് UDF കാണുന്നത്? കായിക മേഖലയിൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഒട്ടേറെ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. നമുക്കറിയാം, 20 വർഷം മുമ്പ് ഈ LDF പ്രചരിപ്പിക്കുന്ന LDF വാണിമേലൊരു മിനി സ്റ്റേഡിയം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഇവിടുത്തെ ജനങ്ങൾക്കറിയാം. പരപ്പുപാറയിൽ മിനി സ്റ്റേഡിയം എന്ന പേരിൽ വലിയ തുക ചെലവഴിച്ച്, നിങ്ങൾക്ക് അറിയാം, ഒരു 20 വർഷം മുമ്പ്, ഞാൻ മനസ്സിലാക്കുന്നത് MK ബാലൻ പ്രസിഡന്റ് ആ സമയത്താണ്, സ്റ്റേജ് കെട്ടി ഒരു ഗ്രൗണ്ട്. പക്ഷെ ആ മിനി സ്റ്റേഡിയം
ഒരിക്കലും അത് കളിക്കാൻ വേണ്ടി ഉപയോഗിച്ചില്ല. കാരണം അതിന് യോജിച്ച സ്ഥലമായിരുന്നില്ല. അതിപ്പോൾ അവിടെ എന്താണ് കല്യാണ പിന്നെ മണ്ഡപം, ഒരു സാംസ്കാരിക നിലയം എന്താണ് സ്ഥാപിച്ച്, അത് ബഡ്സ് സ്കൂൾ സ്ഥാപിച്ച് മാറ്റിയിരിക്കുകയാണ്. കായിക സ്വപ്നങ്ങൾക്ക് അങ്ങനെ ചിറക് വിടർത്തുന്നില്ല എന്ന് പറയുമ്പോൾ, ഞങ്ങൾ ബഹുമാനപ്പെട്ട തർവൈ ഹാജിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് വാണിമേൽ പഞ്ചായത്തിലെ തുടക്കത്തിൽ അതിൻ്റെ ഒരു മിനി സ്റ്റേഡിയം, വാണിമേൽ ഗ്രാമപഞ്ചായത്ത് മിനി സ്റ്റേഡിയം എന്ന വാണിമേൽ പാലത്തിനടുത്ത് ഒരു മിനി സ്റ്റേഡിയം സ്ഥാപിച്ച് ഇന്ന് വാണിമേൽ നടക്കുന്ന കായിക പ്രതിഭകൾ വളർന്നു വരുന്നതിൽ വലിയൊരു പങ്ക് ആ മിനി സ്റ്റേഡിയത്തിനുണ്ട്. അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി പല ഘട്ടങ്ങളിലായിട്ട് നമുക്കറിയാം, അവിടെ മനോഹരമായൊരു ഗ്രൗണ്ടുണ്ട്, അവിടെ വോളിബോളും ഫുട്ബോളും, അതുമാത്രമല്ല അതൊരു സാംസ്കാരിക കേന്ദ്രമാക്കി അതിനെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ചിറ്റാരിയിൽ വെൽഫെയർ സ്കൂളിൻ്റെ അടുത്ത്, ചിറ്റാരി LP സ്കൂളിൻ്റെ അടുത്ത് നല്ലൊരു ഗ്രൗണ്ട്. ചിറ്റാരിയിൽ ഒരുപാട് കായിക പ്രതികളുണ്ട്, പ്രത്യേകിച്ച് വോളിബോളിലൊക്കെ തിളങ്ങി നിൽക്കുന്ന അതും ഇവിടെയുള്ള പിന്നെ ഉന്നതികളിൽ താമസിക്കുന്ന വളരെ പിന്നെ പ്രയാസപ്പെടുന്ന കുടുംബത്തിൽ നിന്ന് വരുന്ന ആൾക്കാർ, അവരെ കൈപിടിച്ച് നിർത്താൻ വേണ്ടിയിട്ട് ചിറ്റാരിയിൽ ഒരു ഗ്രൗണ്ട് നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട്. പിന്നെ വെള്ളിയോട് ഹൈസ്കൂളിൻ്റെ അടുത്തുള്ള ഗ്രൗണ്ട് അത് പ്രൈവറ്റ് ഗ്രൗണ്ടാണെങ്കിലും ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ കായിക പ്രതിഭകളെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ആ ഗ്രൗണ്ടിനെ ഉപയോഗപ്പെടുത്തിയിട്ട് എല്ലാ കാര്യവും ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് 2ാം വാർഡിൽ പഞ്ചായത്തിൻ്റെ ഒക്കെ അനുമതിയോടുകൂടി തന്നെയാണ് ഇവിടെയുള്ള ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന്മാരൊക്കെ നേതൃത്വം കൊടുത്തുകൊണ്ട് മനോഹരമായ ഒരു ഗ്രൗണ്ട് കളിക്കാൻ വേണ്ടി വരികയാണ്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ പുഴയോര മേഖലയിലുള്ള ഒരുപാട് സ്ഥലങ്ങൾ, കാലിയാക്കിയ സ്ഥലങ്ങളുണ്ട്. അത് ഞങ്ങൾ മനസ്സിലാക്കിയിട്ട് വാണിമേൽ മാമ്പിലാക്കൂലിൽ ഒരു മിനി സ്റ്റേഡിയം ഞാൻ 2 പ്രാവശ്യം ബഹുമാനപ്പെട്ട അഹമ്മദ് പുന്നക്കലും CBN നജ്മയുടെ ശ്രമഫലമായിട്ട് ജില്ലാ പഞ്ചായത്ത് 35 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് മാമ്പിലാക്കൂൽ മിനി സ്റ്റേഡിയം ചെയ്തിട്ട് അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇങ്ങനെ കായിക മേഖലയിൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് ഇവിടെ ഒരു പ്രയാസമുണ്ട്, ജനനിബിഡമായ പ്രദേശവും സ്ഥലം കിട്ടാത്തതിൻ്റെ പ്രയാസങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടും കായിക മേഖലയെ പരിപോഷപ്പെടുത്താനുള്ള ഒട്ടേറെ പദ്ധതികൾക്ക് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിന്നിട്ടുണ്ട്. ഇവിടെയുള്ള കായിക ക്ലബ്ബുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു കൂട്ടായ്മ ഉണ്ടാക്കി അവർക്ക് സ്പോർട്സ് കിറ്റുകൾ വിതരണം ചെയ്ത് അങ്ങനെയുള്ള പദ്ധതികളൊക്കെ പലപ്പോഴായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ കേരളോത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലപ്പോഴും തൂണേരി ബ്ലോക്ക് കേരളോത്സവത്തിൽ കായിക മത്സരത്തിൽ പ്രഥമ സ്ഥാനം നേടിയ പഞ്ചായത്ത് വാണിമേൽ പഞ്ചായത്താണ്. ആർക്കും നിഷേധിക്കാൻ പറ്റുന്ന കാര്യമൊന്നുമില്ല. അതേപോലെ തന്നെ വാണിമേൽ പഞ്ചായത്ത് കെട്ടിടം പുതുക്കി പണിയുന്ന കാര്യത്തിൽ പഞ്ചായത്തിന് ഒരു വീഴ്ച സംഭവിച്ചു എന്നാണ് ഒരു പ്രചരണം. വാണിമേൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് കെട്ടിട സ്ഥല സൗകര്യം ഇല്ല എന്നുള്ളതാണ് ഒരു വസ്തുതയാണ്. ആധുനിക രൂപത്തിലേക്കുള്ള ഒരു കെട്ടിടം വന്നിട്ടില്ല. പക്ഷെ അതിൻ്റെ തടസ്സം കഴിഞ്ഞ വർഷം സുലിയ ടീച്ചറുടെ നേതൃത്വത്തിൽ ഭരണസമിതി വന്നപ്പോൾ അത് സംബന്ധമായി ഞങ്ങൾ ആലോചന നടത്തുകയും കെട്ടിടം പൊളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി. ഊരാളുങ്കൽ ULCCയുടെ എഞ്ചിനീയർ വന്നിട്ടാണ് എൻ്റെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയത്. പക്ഷേ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ നിലവിലുള്ള കെട്ടിടം പൊളിച്ചു മാറ്റണം. അതിന് പൊതുമരാമത്ത് വകുപ്പാണ് അനുമതി നൽകേണ്ടത്. ഗ്രാമപഞ്ചായത്ത് മിനിറ്റ്സ് എടുത്തു നോക്കി കാണാം. ആ അനുമതിക്ക് വേണ്ടിയിട്ട് പഞ്ചായത്ത് ഭരണസമിതി തീരുമാനമെടുത്ത് പൊതുമരാമത്ത് വകുപ്പിന് അയച്ചെങ്കിലും പൊതുമരാമത്ത് വകുപ്പിന് നിസ്സാരമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, അതായത് ഈ കെട്ടിടം ഉണ്ടാക്കി നമുക്കറിയാം, വാണിമേൽ പഞ്ചായത്ത് നിലവിലുള്ള കെട്ടിടം പല ഘട്ടങ്ങളിലായിട്ട് ഉണ്ടാക്കിയതാണ്. ആദ്യം 1976-76 കെട്ടിടത്തിൽ തുടക്കം കുറിച്ചത്. പക്ഷെ അതിനുശേഷം പല ഘട്ടങ്ങളിലായിട്ട് ഏറ്റവും ഒടുവിൽ 2000-ന് ശേഷം കുറച്ച് ഭാഗങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ പൊതുമരാമത്ത് വകുപ്പിൻ്റെ നിയമം അനുസരിച്ച് ഒരു കെട്ടിടം പൊളിച്ചു മാറ്റണമെങ്കിൽ അതിന് നിശ്ചിത കാലവർഷം കഴിയണം. അപ്പോൾ അത് ചില ഭാഗങ്ങളിൽ ചില നിർമ്മാണ പ്രവർത്തനങ്ങളുടെ കാലാവധി പൂർത്തിയായില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിന് ഒബ്ജക്ഷൻ എഴുതി വെച്ച് പൊതുമരാമത്ത് വകുപ്പ് അനുമതി നിഷേധിച്ചത് കൊണ്ടാണ് ഈ വർഷം ഞങ്ങൾക്ക് ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയാത്തത്. ഏതായാലും അത് ഞങ്ങളുടെ അടുത്ത പ്രകടന പത്രികയിൽ കൃത്യമായി പറയുന്നുണ്ട്, ഭരണ സൗകര്യത്തിന് വേണ്ടി എന്ത് വില കൊടുത്തും. ഇനി UDFൻ്റെ ഗവൺമെൻറ് കേരളത്തിൽ അധികാരത്തിൽ വരുമെന്ന് യാതൊരു സംശയവുമില്ല. ഞങ്ങൾ ആ സ്വാധീനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ നിലവിലുള്ള കെട്ടിടം പൊളിച്ചു മാറ്റാനുള്ള അനുമതിയുമായിക്കൊണ്ട് ഏറ്റവും നല്ല രൂപത്തിലുള്ള ഒരു കെട്ടിടം പണിഞ്ഞുകൊണ്ട് ഭരണ സൗകര്യത്തിനുള്ള എല്ലാവിധ ഒരുക്കങ്ങളും പിന്നെ വരുന്ന ഭരണസമിതി നടത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അല്ല, ഇതേ ഒരു അനുഭവം തന്നെയാണ് സമീപത്തുള്ള UDF ഭരണസമിതിയുടെ തൂണേരി ഗ്രാമപഞ്ചായത്തിൽ അന്നത്തെ പ്രസിഡൻ്റായിരുന്ന, ഒരു 3 വർഷം മുമ്പത്തെ പ്രസിഡൻ്റായിരുന്ന P. ഷാഹിന ഇവിടെ നേതൃത്വത്തിൽ തൂണേരി ഗ്രാമപഞ്ചായത്ത് ഓഫീസ് കെട്ടിടം പുതുക്കി പണിയുകയും MP ഫണ്ടെന്നടക്കം ഫണ്ട് ലഭ്യമാക്കുകയും ചെയ്ത് മനോഹരമായ ഒരു ഓഫീസ് കെട്ടിടം അവിടെ പണിതിട്ടുണ്ട്. വാണിമേലിൽ പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ വടക്കു പറയുകയും തൂണേരി, അതും UDFൻ്റെ ഭരണത്തിലുള്ള ഈ തൂണേരി ഗ്രാമപഞ്ചായത്തിന് അതിനൊരു അനുകൂലമായ സമീപനം സ്വീകരിക്കുകയും ചെയ്തത് ശരിക്കും ഇവിടുത്തെ ഒരു ഭരണസമിതിയുടെ വീഴ്ചയായി ചൂണ്ടിക്കാണിച്ചൂടെ? അല്ല, ഭരണസമിതിയുടെ വീഴ്ചയായിട്ട് ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല. കാരണം
ഞാൻ നിങ്ങളോട് പറഞ്ഞു, കെട്ടിടം നിർമ്മാണം ഘട്ടം ഘട്ടങ്ങളായി നടത്തിയത് കൊണ്ട് ചില ഭാഗങ്ങൾ പൊളിച്ചു മാറ്റാനുള്ള സമയപരിധി എത്തിയിട്ടില്ല എന്ന ഒരു കാരണമാണ് പറഞ്ഞത്. അത് ഏതായാലും അവർ പറഞ്ഞു 2026-27 ആകുമ്പോഴേക്ക് ആ പരിധിയും കഴിയും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് എന്താണ്, കെട്ടിടം പൊളിച്ചു മാറ്റി പുതിയതിലേക്ക് നീങ്ങുന്നതിനുള്ള, കാരണം ഇതിന് പിന്നെ ഈ ഫിറ്റ്നസ് അൺഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നമുക്ക് എന്ത് ചെയ്യണം, പൊതുമരാമത്ത് വകുപ്പാണ് നൽകേണ്ടത്. അത് കിട്ടുന്നതിലുള്ള ഒരു താമസമാണ് കെട്ടിടം പൊളിച്ചു ഈ വാണിമൽ ഗ്രാമപഞ്ചായത്ത് പാർട്ടായിട്ട് കുറേ വർക്കുകൾ നടത്തിയതാണ് ഇതിന് ഉടക്ക് വരുന്നത്. UDFിൻ്റെ ചെയർമാനാണ്, 17-ാം വാർഡിലെ സ്ഥാനാർത്ഥിയാണ്. വാണിമൽ ഗ്രാമപഞ്ചായത്തിൽ ചതുഷ്കോണ മത്സരം നടക്കുന്ന ഒരപൂർവം വാർഡ് കൂടിയാണ്. പ്രത്യേകിച്ച് UDF, LDF, SDPI, BJP. അവിടെയുള്ള തെരഞ്ഞെടുപ്പിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? 17-ാം വാർഡിലെ ഞാൻ പലപ്പോഴും ഇങ്ങനെ, എന്താണ് 17-ാം വാർഡിൽ ഇത്രമാത്രം ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടാനുള്ള കാരണമുള്ളത്? 17-ാം വാർഡിൽ ചതുഷ്കോണ മത്സരമാണ്. കാരണം UDFും LDFും SDPIയും BJPയുടെ മത്സരം. പക്ഷെ 17-ാം വാർഡിലെ വോട്ടിംഗ് പാറ്റേൺ വെച്ച് നോക്കിയാൽ ഒരിക്കലും UDF ഒരു തരത്തിലുള്ള പ്രയാസവും അവിടെ അനുഭവിക്കില്ല. കാരണം ഈ പ്രാവശ്യം വളരെ UDFിലെ ഘടകകക്ഷികൾ, അതേപോലെ തന്നെ അവിടുത്തെ UDFിൻ്റെ വോട്ടർമാർ ഒറ്റക്കെട്ടായിട്ട് UDFിൻ്റെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ എൻ്റെ പിന്നിലുണ്ട്. എനിക്ക് പരിപൂർണ വിശ്വാസമുണ്ട്, ഒരു തരത്തിലുള്ള കുപ്രചരണവും ഈ പ്രാവശ്യം 17-ാം വാർഡിൽ നിലനിൽക്കില്ല. കാരണം അവിടെ പല കുപ്രചരണങ്ങൾ നടത്തിയിട്ട് UDFിൻ്റെ സ്ഥാനാർത്ഥിയുടെ വിജയസാധ്യത ഇല്ലാതാക്കുന്ന ഒരു പ്രവണതയാണ് കഴിഞ്ഞ തവണ നമ്മൾ കണ്ടത്. പക്ഷെ ഞങ്ങളിത് കാലേ കൂട്ടി മനസ്സിലാക്കിക്കൊണ്ട് അതൊക്കെ എല്ലാ പഴുതും അടച്ചുകൊണ്ട് മതേതര വിശ്വാസികളുടെ മുഴുവൻ വോട്ടുകളും UDFിന് വരും. ഞാനിത് അങ്ങനെ പറയാൻ കാരണം, അപ്പുറത്തുള്ള ചില സ്ഥാനാർത്ഥികളെ ഒരു വിധത്തിലും ഒരു മതേതര പാർട്ടികൾക്ക് അംഗീകരിക്കാൻ പറ്റാത്തതാണ്. പക്ഷേ അവർക്ക് പ്രോത്സാഹനം നൽകുന്ന വിധത്തിലുള്ള ചില ഇടപെടലുകളാണ് LDFിൻ്റെ, പ്രത്യേകിച്ച് CPMൻ്റെ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും അതേപോലെ തന്നെ പ്രവർത്തകന്മാരുടെ ഭാഗത്തു നിന്നും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് വോട്ടെണ്ണി കഴിഞ്ഞാൽ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വാണിമൽ പഞ്ചായത്തിൽ CPF ഞാൻ മനസ്സിലാക്കുന്നത് ഏകദേശം ഒരു 100-400 വോട്ട് അവർക്ക് സ്വന്തമായിട്ടുള്ളൊരു വാർഡാണിത്. മുമ്പുള്ള 17-ാം വാർഡല്ല. ഈ പ്രാവശ്യം ആ വാർഡിൻ്റെ ചില ഭാഗങ്ങൾ CPMൻ്റെ ചില ശക്തി കേന്ദ്രങ്ങൾ അതിലേക്ക് കൂട്ടിയിട്ടുണ്ട്. ആ വോട്ട് അവരുടെ പെട്ടിയിൽ വീണ് കഴിഞ്ഞാൽ ഉറപ്പാണ് അവിടെ യാതൊരു സംഭവിക്കും. പക്ഷെ അത് ഇല്ലാതാക്കാൻ, അതായത് നേരത്തെ പറഞ്ഞ ഈ വർഗീയ വാദികളുമായുള്ള കൂട്ടുകെട്ടുകൾക്ക് സ്ഥാപിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും അധികാരത്തിൽ എത്താനുള്ള ചില അണിയറ നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് പുറത്തു പറയപ്പെടുന്ന കാര്യങ്ങൾ. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, UDFിനെ സംബന്ധിച്ചിടത്തോളം അതിലൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല. അതുമാത്രം ഞങ്ങൾക്ക് ഭയവുമില്ല. കാരണം ഞങ്ങളുടെ വോട്ട് ബാങ്ക് കൃത്യമായിട്ട് അവിടെയുണ്ട്. അത് UDFിൻ്റെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാനുള്ള എല്ലാ തരത്തിലുള്ള ബലവും ആ വോട്ടിനുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അല്ല, ഈ 17-ാം വാർഡിൻ്റെ കാര്യം പറയുമ്പോൾ കൊറ്റാല തന്നെ ഇപ്പോൾ പറഞ്ഞ് എന്താണ് ഇത്ര ആശ്ചര്യപരമായി ചർച്ച ചെയ്യുന്നത്? പലപ്പോഴും 4-5 ടേം പിന്നിലോട്ട് എടുത്തു നോക്കിയാൽ മാമ്പിലാക്കോൽ പ്രദേശം, പ്രത്യേകിച്ച് കോൺഗ്രസ് ലീഗ് ഒരു സൗഹൃദ മത്സരം അടക്കം നടന്ന ഒരു വാർഡുകളിലൊന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ഒരു മത്സരം നടക്കുമ്പോൾ നേരത്തെ കോൺഗ്രസ് ലീഗും തനിച്ച് മത്സരിച്ച ഒരു അനുഭവങ്ങളൊക്കെ നമ്മുടെ വാണിമൽ ഗ്രാമപഞ്ചായത്തിലുണ്ട്. അപ്പം കോൺഗ്രസിൻ്റെ വോട്ട് പൂർണ്ണമായും UDF സ്ഥാനാർത്ഥിക്ക്, അതല്ല ലീഗ് സ്ഥാനാർത്ഥിക്ക് കിട്ടും എന്നുള്ള പൂർണ്ണ വിശ്വാസമുണ്ടോ? അതുമല്ല CPMൻ്റെ വോട്ട് വേറെ ആയിരിക്കെങ്കിലും മറയും എന്നുള്ളൊരു ധ്വനി മറ്റാരുടെ വാക്കുകളിൽ നിന്ന് ശ്രമിക്കാനും പറ്റുന്നുണ്ട്. ഒരു കാര്യം പറയട്ടെ, 100% എനിക്ക് ഉറപ്പുണ്ട് UDFിൻ്റെ, കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും വോട്ട് 100% UDFിൻ്റെ സ്ഥാനാർത്ഥി കിട്ടും. കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഓരോ തെരഞ്ഞെടുപ്പിലും ഓരോ സ്ട്രാറ്റജിയാണ്. കോൺഗ്രസും ലീഗും അവിടെ സൗഹാർദ്ദ മത്സരം നടന്നിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ മുസ്ലിം ലീഗ് അവിടെ ജയിപ്പിച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് ജയിപ്പിച്ചിട്ടുണ്ട്. ഈ പ്രാവശ്യം അവിടെ നടക്കാൻ പോകുന്നത് UDFിന് ഞങ്ങൾക്ക് കൃത്യമായി ഞങ്ങളിത് കണക്കുണ്ട്. UDFിൻ്റെ മുഴുവൻ വോട്ടും UDFിലേക്ക് കിട്ടും. CPMൻ്റെ ഈ ഒരു നീക്കത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട്, അതായത് CPM അവിടെ സ്ഥാനാർത്ഥി വെച്ചെങ്കിലും ചില തരത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്നെന്നാണ് പറയപ്പെടുന്നത്. അത് എങ്ങനെയാണ് നീക്കുപോക്ക് ഉദ്ദേശിക്കുന്നത്? CPM സ്വാഭാവികമായിട്ടും അവർക്ക് അവിടെയുള്ള സ്ഥാനാർത്ഥിയെ പേരിന് നിർത്തിയിട്ട് മറ്റുള്ള ചില ആൾക്കാരെ സഹായിക്കാനുള്ള ചില നീക്കങ്ങൾ നടക്കുന്നെന്ന് പറയപ്പെടുന്നുണ്ട്. ഏതായാലും അങ്ങനെ നടന്നു കഴിഞ്ഞാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 100% കോൺഫിഡൻസ് ഉണ്ട്. അത് UDFിന് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് മാത്രമല്ല, മറ്റൊരു കാര്യം പറയട്ടെ, അങ്ങനെയാണെങ്കിൽ അത് വാണിമേലെ CPM സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു ആപത്തിലേക്കാണ് അവർ പോകുന്നതെന്ന്
ഈ അവസരം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 17-ാം വാർഡിൽ അവിടെ ശക്തമായ മത്സരം ആരൊക്കെ തമ്മിലാണെന്നാണ് സ്ഥാനാർത്ഥി എന്നുള്ള വോട്ടിംഗ് എനിക്ക് പാറ്റേൺ വെച്ചിട്ട് UDFും LDFും തന്നെയാണ്. മറ്റുള്ളവർ ചിത്രത്തിലേ ഇല്ല. കാരണം അവരുടെ സ്വന്തമായ വോട്ടുകൾ എന്നുള്ളത് കുറഞ്ഞ വോട്ടുകളാണ്. പക്ഷേ അവർക്ക് പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം 40 വോട്ടിനടുത്ത ആണ് UDF സ്ഥാനാർത്ഥി അവിടെ വിജയിച്ചത്, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന MK മജീദ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ 3-ാം സ്ഥാനത്തേക്ക് പോകുന്നതാണോ കരുതുന്നത്? തീവ്രവാദ സ്വഭാവത്തോടു കൂടി UDF പറയുന്ന SDPI 3-ാം സ്ഥാനത്തേക്ക് പോകുന്നതാണോ? 17-ാം വാർഡിൽ ഓരോ പാർട്ടിയും UDF, LDF, അതുപോലെ തന്നെ മറ്റേ SDPI വോട്ടിംഗ് പാറ്റേൺ വെച്ച് നോക്കുകയാണെങ്കിൽ UDF, LDF അതിനുശേഷം മാത്രമേ SDPI വരുന്നുള്ളൂ. അത് ആ രൂപത്തിലാണുള്ളത്. പക്ഷേ ഇലക്ഷൻ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എങ്ങനെയെങ്കിലും UDFനെ പരാജയപ്പെടുത്തുന്നുള്ള ഒരു ദുഷ്ടലാക്കോട് കൂടിയാണ് പോകുന്നതെങ്കിൽ ചിലപ്പം 2-3 സ്ഥാനത്തെ പറ്റിയിട്ട് തർക്കം ഉണ്ടാകാം. പക്ഷെ 1-ാം സ്ഥാനത്തെ പറ്റിയിട്ട് യാതൊരു തർക്കവും 2-3 സ്ഥാനം ആർക്കാണെന്നുള്ളത് അത് അവർ തമ്മിലുള്ള ചർച്ചകളും കൂട്ടുകച്ചവടവും അതിനൊക്കെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും. 1-ാം സ്ഥാനത്തിനെ പറ്റിയിട്ട് 17-ാം വാർഡിൽ യാതൊരു തർക്കവുമില്ല. ഒരു കാൻഡിഡേറ്റ് എന്ന നിലയിൽ ഭൂരിപക്ഷം എത്രയാണെന്ന് ഇപ്പം പറയുന്നില്ല. കാരണം എത്ര പ്രതീക്ഷിക്കുന്നുണ്ട്? നല്ല 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 വിജയം കഴിഞ്ഞ വർഷം ഉണ്ടായതിനേക്കാളും എത്രയോ നല്ല വിജയം ഈ പ്രാവശ്യം ഉണ്ടാകും. കാരണം രാഷ്ട്രീയപരമായ കാലാവസ്ഥ UDFന് അനുകൂലമാണ്. മുമ്പെങ്ങും ഇല്ലാത്ത രൂപത്തിലുള്ള ഒരു ഐക്യവും ഭദ്രതയും കെട്ടുറപ്പുമായിട്ടാണ് ഐക്യജനാധിപത്യ മുന്നണി ഈ പ്രാവശ്യം 17-ാം വാർഡിൽ മത്സരിക്കുന്നത്. അതെനിക്ക് തെരഞ്ഞെടുപ്പിൽ വീടുകളിൽ കയറുമ്പോൾ കൃത്യമായി എനിക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, 1-ാം സ്ഥാനത്തെ പറ്റിയിട്ട് ചർച്ചയേയില്ല. 2ഉം 3ഉം ആരാണെന്നത് അവര് തന്നെ എന്താണ് തെളിയിക്കേണ്ട. സ്വാഭാവികമായിട്ടും UDFനെ ബാധിക്കുന്ന ഒരു വിഷയമല്ല. UDFനെ ബാധിക്കുന്ന പ്രശ്നം ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ 17-ാം വാർഡില് CPM, SDPI തമ്മിൽ ഒരു അലയൻസ് ഉണ്ട് എന്ന് പറയുമ്പോൾ ഇതേ രീതിയിൽ LDF കേന്ദ്രങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ അടക്കം വരുന്ന ഒരു ചർച്ചയാണ് 4-ാം വാർഡ് കേന്ദ്രീകരിച്ച്. 4-ാം വാർഡിൽ UDF നിർത്തിയ സ്ഥാനാർത്ഥി BJP അനുകൂല പ്രതിനിധിയാണ് എന്നുള്ള ഒരു ആരോപണം LDF കേന്ദ്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഉന്നയിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് പഞ്ചായത്ത് UDF ചെയർമാൻ എന്നുള്ള എനിക്ക് എന്താ അഭിപ്രായം? CPMന്റെ സത്യത്തിൽ അവർക്കുള്ള ഒരു വിഷയദാരിദ്ര്യം, എന്താ പറയുക, രാഷ്ട്രീയത്തിൽ എന്തും പറയാം എന്നുള്ള ഒരു തെളിവിലേക്കാണ് കാര്യം. കാരണം CPMന്റെ ഉത്തരവാദപ്പെട്ട പ്രസിഡന്റ് സ്ഥാനാർത്ഥി അവരോധിക്കപ്പെടുന്ന CPMന് മുൻ ലോക്കൽ സെക്രട്ടറിയാണ് കഴിഞ്ഞ ദിവസം പൊതുമാധ്യമങ്ങളിലൂടെ ഇങ്ങനെ ഒരു അഭിപ്രായം തുറന്നു വിട്ടത്. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ പറയുന്നവർ അതിനെന്തെങ്കിലും ഒരു തെളിവ് ഹാജരാക്കണ്ടേ? ഈ പറയപ്പെടുന്ന കാൻഡിഡേറ്റ് നമുക്കറിയാം, അത് ഒരു ST മേഖലയാണ്, ST വാർഡാണത്. ആ ST വാർഡിൽ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം കാൻഡിഡേറ്റ് അവിടെ പറ്റില്ല. അപ്പം ആ മേഖലയിലുള്ള ഞങ്ങൾക്ക് ഇന്ന് കണ്ടെത്താൻ പറ്റുന്നതിൽ ഏറ്റവും യോഗ്യയായ ഒരു സ്ഥാനാർത്ഥിയാണ് കൊണ്ടുവന്നത്. അവർ SSLC പാസ്സായ ഒരു പെൺകുട്ടിയാണ്. അത്യാവശ്യം കാര്യങ്ങളിൽ ഇടപെടാനും സംസാരിക്കാനൊക്കെ കഴിവുള്ള പെൺകുട്ടിയാണ്. അപ്പം അങ്ങനെയുള്ളവരെ കൈപിടിച്ച് ഉയർത്തുന്നതിന് പകരം അവരുടെ മേൽ വർഗീയ ചാപ്പ കുത്തിയിട്ട് അടിച്ചമർത്തിയ സമീപനം ഞാൻ മനസ്സിലാക്കുന്നത് ഇത് UDFനെ മാത്രമല്ല ആ സമൂഹത്തോട് ചെയ്യുന്ന വലിയൊരു കുരലാണ്. കാരണം അവരുടെ പിതാവ് CPMന്റെ പ്രകടനത്തിൽ പങ്കെടുത്ത ആളാണ്. CPMന്റെ പ്രകടനത്തിൽ ഒക്ടോബർ 30 പ്രകടനത്തിൽ എത്രയോ തവണ അവരുടെ പിതാവിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ നിന്ന് ഇപ്പോൾ വന്നിട്ട് ഇവർക്ക് രാഷ്ട്രീയമൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗ് ഇങ്ങനെയുള്ള സംവരണ വാർഡുകളിൽ ഒരു സ്ഥാനാർത്ഥിയെ വെക്കുമ്പോൾ നമുക്ക് നമ്മുടെ പാർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പാർട്ടിയെ അംഗീകരിക്കുന്ന പാർട്ടിയുടെ ഇനി ഭരണരംഗത്ത് മെമ്പറൊക്കെ ആയിക്കഴിഞ്ഞാൽ പാർട്ടിയുടെ വിപ്പ് അംഗീകരിക്കുന്ന, അതേപോലെ തന്നെ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ നിൽപ്പിക്കുക. അപ്പം അത് ഞങ്ങൾ കൃത്യമായി പരിശോധിച്ചിട്ടുണ്ട്. ഈ ആരോപണം എന്നുള്ളത് വികസനം പറഞ്ഞിട്ട് എവിടെയും എത്തുന്നില്ല. വികസനം മുരടിപ്പെന്ന് പറഞ്ഞിട്ട് അവതരിപ്പിക്കാൻ പറ്റുന്നില്ല. കാരണം ഓരോന്ന് പറയുമ്പോഴും അതിനെ കണ്ടിച്ചുകൊണ്ട് നടന്ന വികസനങ്ങൾ പറ്റിയിട്ട് കൃത്യമായി തെളിവ് സഹിതം ഞങ്ങൾ ജനങ്ങളുടെ മുമ്പാകെ വെച്ചപ്പോൾ ആ വികസനം അവിടെ വെച്ചിട്ട് വർഗീയ ആരോപണം നടത്തിയിട്ട് ഒരു പാവപ്പെട്ട സ്ത്രീയെ സത്യത്തിൽ അവമതിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഉത്തരവാദപ്പെട്ട ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് ഒരു പെൺകുട്ടിയെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് എത്രമാത്രം വ്യക്തിപരമായി ബാധിക്കുന്ന പ്രശ്നമാണത്. അതും ഒരു സ്ഥാനാർത്ഥിയല്ലേ പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള ആരോപണങ്ങളെ കൊണ്ടൊന്നും 4-ാം വാർഡിൽ മുസ്ലിം ലീഗിനൊന്നും പറ്റൂല. അവിടെ ബഹുഭൂരിപക്ഷത്തോടു കൂടി കാൻഡിഡേറ്റ് ചെയ്യും. ഇവർ ആരോപിക്കുന്നത് പോലെ അത്തരത്തിലുള്ള വർഗീയ ചായവുള്ള സംഘടനയുമായി ബന്ധപ്പെട്ട ആളല്ലാന്ന് ഞങ്ങൾക്ക് 100% ബോധ്യപ്പെട്ടിട്ടുണ്ട്.
ഇനി അതല്ല എന്ന് പറയുന്നവർ അവരാണ് എന്ത് ചെയ്യേണ്ടത്, അതിന് അതാണെന്ന് തെളിവ് തെളിയിക്കേണ്ടത്. ഹാജരാക്കണം. അത്രേ ആ കാര്യത്തെപ്പറ്റി പറയുള്ളൂ. ഇത്തരത്തിലുള്ള എന്താണ് പറയുക, കുപ്രചരണങ്ങൾ വാണിമേലെ ജനങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട്. കാരണം മുമ്പ് നടത്തിയിട്ടുണ്ട്, മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്. കോൺഗ്രസിന്റെ ബഹുമാനനായ കണ്ണം മാഷ് ഇവിടെ നിന്നപ്പോൾ വർഗീയ പ്രചരണം നടത്തിയിട്ടില്ലേ? പല സ്ഥലങ്ങളിലും വീടുകളിൽ പോയിട്ട് പറഞ്ഞില്ല, മുസ്ലിം വീടുകളിൽ പോയിട്ട് എന്തോ സംഭവിച്ചോ? ഇവിടെയുള്ള RSS വാണിമേലെ മുസ്ലിം സമൂഹം അതിനെ ശക്തമായിട്ട് അതിനെ പ്രതിരോധിക്കുകയും കണ്ണം മാഷയ്ക്ക് എതിരെ നിന്ന വാണിമേലെ പ്രബലമായ ഒരു കുടുംബത്തിലെ ആളെ എന്താണ് അയാളെ പരാജയപ്പെടുത്തി കണ്ണം മാഷ് വിജയിപ്പിച്ചിട്ടുണ്ട്. കാരണം അതൊരു കുപ്രചരണമാണ്. രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായിട്ട് കാണും. തോക്കുന്ന സമയത്ത് RSS ആണ്, അല്ല ഈ RSSനെ പറഞ്ഞ് പീഡിപ്പിക്കുന്ന ആരാ? ഈ വാണിമേലിലെ നാദാപുരത്തെ കമ്മ്യൂണിസ്റ്റുകാർക്ക് RSSനെയും BJPയും പറഞ്ഞിട്ട് പീഡിപ്പിക്കാൻ പറ്റുക? അതിനേക്കാളും വലിയ എന്താണ് പിന്നെ രാഷ്ട്രീയപരമായ കാര്യങ്ങളല്ലേ അവർ ചെയ്തത്? അതൊക്കെ വീണ്ടും കൂടെ ഓർമ്മപ്പെടുത്തണം. ഗുജറാത്ത് മറ്റൊക്കെ പറഞ്ഞ് ഓർമ്മപ്പെടുത്തുന്നവർ നമ്മുടെ പരിസര പ്രദേശത്തെ സംഭവങ്ങളിലേക്കൊന്ന് ചെന്ന് നോക്കണ്ടേ? അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ AI വീഡിയോ വെച്ച് രക്തസാക്ഷി KP കുഞ്ഞിരാമനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ഇറങ്ങിയെന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് കേസൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ CPM ആരോപിക്കുന്നത് അത് മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്ന് ഇറക്കിയ ഒരു വീഡിയോ ആണെന്ന്. അതിനെക്കുറിച്ച് എന്താണ്? ഞങ്ങളത് അതേ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് ആ വീഡിയോയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ പലരും പല സോഷ്യൽ മീഡിയയിൽ പലതും പ്രചരിപ്പിക്കുന്നു. ഞങ്ങൾക്ക് അതുമായിട്ട് അത്തരത്തിലുള്ള പ്രചരണങ്ങൾ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. കാരണം അതേ കുടുംബത്തിൽപ്പെട്ട ഒരാൾ കഴിഞ്ഞ വർഷം മത്സരിച്ചു. ഞങ്ങൾ എവിടെയെങ്കിലും പറഞ്ഞോ? എവിടെ വീഡിയോ ഇറക്കിയോ? ഞങ്ങൾക്ക് എന്ത് സംഭവിച്ചോ? ഞങ്ങൾ ആ വാർഡ് ജയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സ്ഥാനാർത്ഥി, പറയപ്പെടുന്ന സ്ഥാനാർത്ഥി അങ്ങനെ വല്ലാത്തൊരു അപകടകരമായ സ്ഥാനാർത്ഥിയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമുള്ള കാര്യമല്ല. ഞങ്ങളതിൻ്റെ പിന്നിൽ ഇല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ പാർട്ടിയാണ് ആലോചിക്കേണ്ടത്. ഒരു സ്ഥാനാർത്ഥിയെ നിൽപ്പിക്കുമ്പോൾ എന്താണ് അതിൻ്റെ ഗുണങ്ങൾ, അതിൻ്റെ മെറിറ്റിൻ്റെ മറ്റും അവരാലോചിക്കേണ്ടത്. നമുക്ക് അവരെ നിൽപ്പിച്ച സ്ഥാനാർത്ഥിയെ പറ്റിയിട്ടോ അതിൻ്റെ പാശ്ചാത്യങ്ങളെ പറ്റിയോ ആലോചിക്കേണ്ട കാര്യമോ അല്ലെങ്കിൽ അതിനെ പറ്റിയുള്ള പ്രചരണം നടത്തുന്ന കാര്യമോ നമുക്കില്ല. UDFന് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇനി അങ്ങനെ ഒരു ആരാണ് സൃഷ്ടിച്ചോ നമുക്കറിയില്ല. അതെന്ത് ചെയ്യട്ടെ, അതിൻ്റെ വഴിക്ക് നടക്കുക എന്നല്ലാതെ അത്തരത്തിലുള്ള ഒരു പ്രചരണ പരിപാടി UDF ഒരിക്കലും താല്പര്യപ്പെടുന്നില്ല. പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പാർട്ടി പ്രവർത്തകന്മാരും സ്വാഭാവികമായിട്ടും പാർട്ടി പ്രവർത്തകന്മാർ ആ ഒരു കാര്യം സംബന്ധിച്ച് പാർട്ടി വേദികളിലടക്കം എന്താണ് സംശയങ്ങൾ ഉന്നയിക്കുകയും പാർട്ടി നേതാക്കന്മാരെ മുൻനിരയിൽ നിർത്തിയിട്ടുണ്ട് എന്നുമാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. കാരണം അങ്ങനെ ഒരു രൂപത്തിലുള്ള ഒരു ഇടപെടൽ വേണ്ട എന്നുള്ള അഭിപ്രായം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട നേതാക്കന്മാർക്കുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വം എടുത്ത ഏറ്റവും വലിയ വിപ്ലവകരമായ ഒരു തീരുമാനമായിരുന്നു 3 ടേമിൽ കൂടുതൽ മത്സരിച്ചവർ സ്ഥാനാർത്ഥിയാകേണ്ടതില്ല. പ്രത്യേകിച്ച് നാദാപുരം മേഖലയിൽ 3 പേർക്കാണ് അങ്ങനെ ഇളവ് കൊടുത്തത്. അതിൽ അഷ്റഫ് കൊറ്റാല അടക്കമുണ്ട്. അത് വളർന്നു വരുന്ന പുതിയ ആളുകൾക്ക് ഒരു നിരാശ ഉണ്ടാക്കുന്ന ഒരു തീരുമാനമായി വ്യക്തിപരമായിട്ട് തോന്നിയിട്ടുണ്ടോ? വളരെ നല്ല തീരുമാനമാണ് സംസ്ഥാന കമ്മിറ്റി എടുത്തത്. ഞാൻ ആ തീരുമാനത്തെ 100% എന്ത് ചെയ്യുന്നു, അംഗീകരിക്കുന്നു. അതോടൊപ്പം തന്നെ സംസ്ഥാന കമ്മിറ്റി തന്നെ പറഞ്ഞിട്ടുണ്ട് ചില പ്രത്യേക സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം എന്നുള്ളത് ഉപയോഗപ്പെടുത്തലാണ്. ചില പ്രത്യേക സമയങ്ങളിൽ ചിലരെ നമുക്ക് ഉപയോഗപ്പെടുത്തേണ്ടി വരും. പാർട്ടിക്ക് വീണ്ടും ആവശ്യമാണെന്ന് തോന്നും. അതിൻ്റെ ഘടകങ്ങളുണ്ട്. ഈ സംഘടനാ സംവിധാനത്തിൽ മത്സരിക്കുന്ന വാർഡ് ഘടകങ്ങൾ, പഞ്ചായത്ത്, മണ്ഡലം കമ്മിറ്റി, ഇതിലൊക്കെ ബോധ്യപ്പെടുന്ന പക്ഷം അങ്ങനെ 100% പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് 100% ഐക്യകണ്ഠേന അങ്ങനെ ഒരു പേരൊക്കെ വന്നാൽ മാത്രമേ അംഗീകരിക്കപ്പെടുകയുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും പാർട്ടി ചാനലിലൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, അതിവിടുന്ന് മുകളിലോട്ട് പോയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സംസ്ഥാന നേതൃത്വം ആ കാര്യങ്ങൾ പരിശോധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് എന്ത് ചെയ്യുന്നത്, മത്സരിക്കാനുള്ള സമ്മതം കിട്ടുന്നത്. അതിലൊന്നും പാർട്ടി വിരുദ്ധതയോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഒരു ഇടപെടലോ കാര്യങ്ങളൊന്നും എന്താണ് അതിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് മാത്രം കാരണം വാണിമേലെ ഈ പ്രാവശ്യത്തെ പാശ്ചാത്യം അങ്ങനെയാണ്. ഞങ്ങൾക്ക് ജനറൽ സീറ്റിലാകെ 2 സീറ്റ് മാത്രമേ ഇവിടെ ജനറൽ സീറ്റുള്ളൂ. ബാക്കിയെല്ലാം എന്താണ് വനിതാ സംവരണമാണ്. അപ്പം പഞ്ചായത്ത് ഭരണവുമായി മുന്നോട്ട് പോകുന്ന കാര്യങ്ങൾ, ഈ പരിചയമുള്ള ആൾക്കാരുടെ സാന്നിധ്യം, ഇതൊക്കെ മുൻനിർത്തിയിട്ടാണ് വളരെ ഗഹനമായ ചിന്തയിലൂടെ അല്ലെങ്കിൽ അഭിപ്രായത്തിലൂടെ മുന്നോട്ട് പോവുകയും ഒറ്റക്കെട്ടായിട്ട് വാണിമേലിലെ എല്ലാ നേതൃത്വവും ഇവിടെയുള്ള മുസ്ലിം ലീഗിൻ്റെ വാർഡ് കമ്മിറ്റി മുതൽ സംസ്ഥാന ദേശീയ തലം വരെയുള്ള നേതാക്കന്മാരും എല്ലാവരും ഒത്തൊരുമിച്ചിട്ട തീരുമാനമാണ്. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്തത്, ഇളവ് കിട്ടിയത്. ഗുണകരമായ ഒരു തീരുമാനമാണ്. അതുകൊണ്ട് യൂത്തന്മാർക്കുള്ള എന്താണ് അവസരങ്ങൾ നഷ്ടപ്പെടുമോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കും അവിടെ ഒരു പ്രസക്തിയില്ല. വകയില്ല. പരിചയസമ്പന്നതയാണ് 17ാം വാർഡിൽ പ്രത്യേകിച്ച് നോക്കിയത്. അങ്ങനെയാണെങ്കിൽ ആ വാർഡിലുണ്ടായിരുന്ന പരിചയസമ്പന്നരായിരുന്ന അവിടുത്തെ നിലവിലുള്ള വാർഡ് മെമ്പറായിരുന്ന പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ പ്രസിഡൻ്റായിരുന്ന MK മജീദിനെ മാറ്റിയിട്ടാണ് പുതിയൊരാൾ എന്നുള്ള രീതിയിൽ
3 ടേം പൂർത്തിയാക്കിയ കൊറ്റാല വരുന്നത്. അതിനെക്കുറിച്ച് അല്ല, പാർട്ടിക്ക് സ്ഥാനാർത്ഥി നിർണയത്തിലൊക്കെ പല ഘടകങ്ങളും പരിശോധിക്കും. പല ഘടകങ്ങളും എന്ത് ചെയ്യും, പരിശോധിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടിക്ക് കഴിഞ്ഞ പ്രാവശ്യം മജീദ് കാൻഡിഡേറ്റാണ്, അതിനും മജീദ് കാൻഡിഡേറ്റാണ്, ഇപ്പം ഞാൻ കാൻഡിഡേറ്റാണ്. അങ്ങനെ ആരെങ്കിലും പ്രത്യേകമായിട്ട് നിർപ്പിക്കണമെന്നോ അല്ലെങ്കിൽ ആരെങ്കിലും ഒഴിവാക്കണം നിർപ്പിക്കണമെന്നോ എവിടെയും എന്ത് ചെയ്തിട്ടില്ല, എഴുതിയില്ല. ചില പ്രത്യേക സാഹചര്യങ്ങൾ, ആ സാഹചര്യത്തിൻ്റെ കാര്യങ്ങൾ പ്രത്യേകമായി വിശകലനം ചെയ്തിട്ട് അതിലേതാണോ പാർട്ടിക്ക് ഗുണകരം അത് നോക്കിയിട്ടാണ്. അതുകൊണ്ട് ഒരാൾ മാത്രം യോഗ്യനും മറ്റുള്ളവരൊക്കെ അയോഗ്യരാണ്, ഒന്നിനും പറ്റാത്തവരാണെന്ന വിവക്ഷയൊന്നുമില്ല. അത് ഈ പ്രാവശ്യം അങ്ങനെ വന്നു, ഇനി അടുത്ത ടൈം ചിലപ്പോൾ ഇതായിരിക്കില്ല. എല്ലാവരും യോഗ്യന്മാരാണ്, ആരും എന്താണ് അയോഗ്യരല്ല, അത്രയേ അതിലുള്ളൂ. എല്ലാവരും യോഗ്യന്മാരാണ്. വാണിമേൽ സംബന്ധിച്ചിടത്തോളം നേതാക്കന്മാരെ കൊണ്ട് സമ്പന്നമാണ് വാണിമേൽ ലീഗ്. അതുകൊണ്ട് വാണിമേൽ ലീഗിൽ ഒരാൾ മാത്രമല്ല, എല്ലാ ആൾക്കാരും അത് യോഗ്യന്മാരാണ്. പക്ഷേ ഒരാൾക്ക് മാത്രമേ അവസരം ഉണ്ടാക്കുകയുള്ളൂ. പിന്നെ നേരത്തെ വാണിമേൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടതാണ് വാർഡ് വിഭജനം. CPM-നെതിരെ രൂക്ഷമായ വിമർശനം UDF കേന്ദ്രങ്ങൾ ആരോപിക്കുമ്പോൾ തന്നെ മുസ്ലിം ലീഗിൻ്റെ ചില നേതാക്കൾക്കെതിരെയും വാർഡ് വിഭജനത്തിൻ്റെ ആരോപണം ഉയർന്നിരുന്നു. അതേക്കുറിച്ച് എന്താണ്? ഈ പ്രാവശ്യം ഞാൻ മനസ്സിലാക്കുന്നത്, വാണിമേലിലെ ജനങ്ങളുടെ വോട്ട് ഈ വാർഡ് വിഭജനത്തിനെതിരായിട്ടുള്ള വോട്ടായിരിക്കും. അത്രമാത്രം. എൻ്റെ വാർഡിൽ മാത്രം ഒരു 10-20 കുടുംബങ്ങൾ, ഭർത്താവ് ഒരു വീട്ടിൽ, ഭാര്യ ഒരു വീട്ടിൽ. എനിക്ക് വേണമെങ്കിൽ അതിൻ്റെ തെളിവ് കൊണ്ടുതരാം. ശരിക്കും വാണിമേൽ സാധാരണ 1-2 ഒരു ക്ലറിക്കൽ മിസ്റ്റേക്ക് കൊണ്ടൊക്കെ സംഭവിക്കും. ഇവിടെ പല വാർഡുകളിലും ഉപ്പ ഒരു വീട്ടിൽ, അച്ഛനൊരു വീട്ടിൽ, അമ്മ ഒരു വീട്ടിൽ, കുട്ടികൾ വേറെ വീട്ടിൽ, വേറെ വാർഡിൽ. കഴിഞ്ഞ ദിവസം തന്നെ പത്രങ്ങളൊക്കെ നമ്മൾ വാർത്ത കണ്ടതാണ്. പിന്നെ MA വാണിമേൽ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഒരു വാർഡിൽ, മകൻ വേറൊരു വാർഡിൽ, മകൻ്റെ ഭാര്യ വേറൊരു വാർഡിൽ. ഇത് വെറും ഒരു MAയുടെ കഥ മാത്രമല്ല, വാണിമേൽ പഞ്ചായത്തിൽ അങ്ങനെ എത്രയോ ഉണ്ട്. ചില വാർഡുകളിലെ അതിർത്തികളിലൂടെ നമ്മൾ പോകുമ്പോൾ വീട്ടിൽ കയറിയിട്ട് ചോദിക്കേണ്ടി, നിങ്ങൾ ഏത് വാർഡിലാണെന്നുള്ളത്. ആ വീട്ടിലെത്തിയാൽ തന്നെ 5 പേരുണ്ടെങ്കിൽ ഓരോരുത്തരുടെയും നിങ്ങൾ ഏത് വാർഡിലാണ്, നിങ്ങൾ ഏത്, ഇങ്ങനെ ചോദിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ ഞങ്ങൾക്ക് മാത്രമല്ല CPM-ന്റെ പ്രവർത്തകന്മാരാണ്. കാരണം ഈ വോട്ട് ചെയ്യൽ മാത്രമല്ല, ഗ്രാമസഭകളൊക്കെ വിളിച്ചു ചേർക്കുമ്പോൾ ഇത്രമാത്രം ബുദ്ധിമുട്ട് നമുക്ക് അനുഭവിക്കാൻ പോകും. വലിയ പ്രശ്നം. ഇത്രയും കൃത്യമായിട്ട് ഒരു എവിഡൻസ് UDF-ന്റെ ഭാഗത്തു നിന്ന് കിട്ടിയിട്ട് എന്തൊരു നിയമ പോരാട്ടം നടത്തുകയോ അതിൽ വിജയിക്കുകയോ കഴിയാതെ പോയി. ഞങ്ങൾ നിയമ പോരാട്ടം മാത്രം ഇതിന് തുടക്കത്തിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്. അന്വേഷണ കമ്മീഷൻ, അതായത് ഇലക്ഷൻ കമ്മീഷൻ തന്നെ ഇത് സംബന്ധമായി ഞങ്ങൾ ഏകദേശം 18 പരാതികൾ കൊടുത്തിട്ടുണ്ട്. 18 പരാതികൾ കൊടുത്തിട്ട് അന്വേഷണം, അതിലേറെ പരാതികളും 1-ാം വാർഡ്, വെലങ്ങാട് വാർഡ്, ഇതിനൊക്കെ, അതേപോലെ 15-ാം വാർഡ്, ഇവിടേക്കാണ് വല്ലാത്ത രൂപത്തിലുള്ള ഈ ഇടപെടലുകൾ നടന്നത്. ഈ പരാതികൾ അന്വേഷണ ഉദ്യോഗസ്ഥ, ഇലക്ഷൻ കമ്മീഷൻ വെച്ച് അന്വേഷണ ഉദ്യോഗസ്ഥ പരിശോധിച്ചിട്ട് 13 പരാതികളിലും ഞങ്ങൾ കൊടുത്ത പരാതികൾക്ക് അനുകൂലമായി വിധി എഴുതുകയും അവർ ശുപാർശയും ചെയ്താണ്. ശുപാർശ ചെയ്തിട്ട് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ സെക്രട്ടറിക്ക് വീണ്ടും ഉത്തരവ് കൊടുത്ത് ഇതനുസരിച്ച് മാറ്റിയിട്ട് അറിയിച്ചു കൊടുക്കാൻ. അതും സെക്രട്ടറി, പിന്നീട് വന്ന സെക്രട്ടറി എന്ത് ചെയ്തു, അത് മാറ്റി ഇലക്ഷൻ കമ്മീഷന് പ്രപ്പോസൽ കൊടുത്തപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി തന്നെ ഇടപെട്ടുകൊണ്ട് ഇലക്ഷൻ കമ്മീഷന്റെ മുമ്പിലുള്ള ഈ ശുപാർശ കത്ത്, അങ്ങനെ തന്നെ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് പാടെ തള്ളിക്കളഞ്ഞു. എന്നിട്ടൊരു ഓർഡർ അവർ കൊടുത്തു. വാണിമേൽ ഗ്രാമപഞ്ചായത്തിലെ കരടി വിഭജന രേഖ അതേപടി അംഗീകരിക്കാൻ സംസ്ഥാന ഡീലിമിറ്റേഷൻ കമ്മിറ്റിയുടെ ഇന്ന ദിവസം, ഞാൻ മനസ്സിലാക്കി ഇതൊരു 23-ാം തീയതിയാണ് ചേർന്ന യോഗം തീരുമാനിച്ചു. എന്ന് പറഞ്ഞാൽ അന്വേഷണ റിപ്പോർട്ട് പ്രകാരം അത് ക്രമപ്പെടുത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇവർക്ക് എന്തായാലും വിജയിക്കാൻ പറ്റില്ല. ഇപ്പോഴും ജയിക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ല. എന്തുകൊണ്ട് വാർഡ് വിഭജനം അവർക്ക് ഇഷ്ടമുള്ള ഒരു സെക്രട്ടറിയെ ഒരാഴ്ചക്കാലത്തേക്ക് മാത്രം സെക്രട്ടറി വന്നുള്ളൂ. പാലക്കാടുള്ള ഒരു സ്ത്രീയെ സെക്രട്ടറി ആയിട്ട് കുന്നുമ്മൽ പഞ്ചായത്തിൽ സെക്രട്ടറിക്ക് ചാർജ് കൊടുത്തുകൊണ്ട് നിയമിച്ചിട്ട് ഒരാഴ്ചയാണ് അവർ ഇവിടെ ഉണ്ടായിരുന്നത്. വെറും വിഭജനത്തിന് മാത്രം 2 ദിവസമാണ് പഞ്ചായത്ത് ഓഫീസിൽ വന്നത്. പിന്നെയൊക്കെ എന്താണ്, CPM-ന്റെ കേന്ദ്രത്തിൽ നിന്ന് ഇത് വിഭജന രേഖ കൊടുത്ത് അതൊക്കെ ആക്കി വാർഡ് വിഭജിച്ചിട്ടും ഇപ്പോഴും എന്താണ്, ഈ വിഭജന പ്രകാരം അധികാരത്തിൽ എത്തുമെന്നുള്ള യാതൊരു പ്രതീക്ഷ അവർക്കില്ല. ഇതിലെ വാർഡ് വിഭജനത്തിൻ്റെ ലീഗിൽ തന്നെ ഒരു വിവാദം ഉണ്ടാവുകയും നടപടിയൊക്കെ മണ്ഡലം നേതാവിനുണ്ടാവുകയൊക്കെ ചെയ്ത് ഇതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ഇല്ല, ലീഗിൽ വാർഡ് വിഭജനത്തെ പറ്റിയിട്ട് അങ്ങനെ വിവാദവും കാര്യങ്ങളൊന്നും ലീഗിലുണ്ടായിട്ടില്ല. അല്ല, വാർഡ് വിഭജനത്തിൻ്റെ കാര്യങ്ങൾ CPM നേതാവിന് ഒറ്റിക്കൊടുത്തു, അങ്ങനെ ഒരു ചർച്ചയും. പാർട്ടി എന്ന നിലയിൽ എല്ലാ കാര്യങ്ങളിലും പാർട്ടിയുടെ ചർച്ച നടക്കും. അപ്പം ആ ചർച്ചയ്ക്ക് വന്ന കാര്യങ്ങൾ ഞങ്ങൾ പരിശോധിച്ചിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്. പാർട്ടിയും എന്ത് ചെയ്തിട്ടുണ്ട്, അത് വിശകലനം ചെയ്തിട്ടുണ്ട്. പുറത്ത് കേൾക്കുന്നത് രൂപത്തിലുള്ള അങ്ങനെയുള്ള വിവാദങ്ങളോ കാര്യങ്ങളൊന്നും എന്ത് ചെയ്തിട്ടില്ല, പാർട്ടിയിൽ ഉണ്ടായിട്ടില്ല. മണ്ഡലം ജനറൽ സെക്രട്ടറി സ്വാഭാവികമായിട്ടും എന്താണ്,
ചർച്ച നടക്കും. ആ ചർച്ചയ്ക്ക് അനുസരിച്ച് എന്താണ് തീരുമാനങ്ങൾ വരും. ആ ഒരു തീരുമാനം തന്നെയാണ് പാർട്ടിയുടെ ഘടകങ്ങളിൽ നിന്ന് വന്നത്. മണ്ഡലം അത്രയേ ഉള്ളൂ. ജനറൽ സെക്രട്ടറി എൻ കെ മൂസ മാഷ് ഒരു 1-2 മാസത്തോളം മാറ്റി നിർത്തിയത് ഇതുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉള്ളിൽ നടക്കുന്ന ചർച്ചകളും ആ ചർച്ചകൾ പാർട്ടി ഘടകങ്ങൾ പരിശോധിച്ചിട്ടുണ്ട്. അത് യഥാസമയത്ത് ഓരോന്നിനും ഓരോ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പം അത് പല പല പ്രശ്നങ്ങളുണ്ട്. പാർട്ടിയുടെ ഇപ്പം തിരഞ്ഞെടുപ്പിലൊക്കെ പിന്നെ നല്ല രൂപത്തിൽ ഇടപെടുന്ന ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ പിന്നെ മറ്റു പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ അതാത് കാലഘട്ടങ്ങളിൽ പാർട്ടി പരിശോധിക്കും. അത് വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പാർട്ടി നല്ല രീതിയിൽ പരിശോധിച്ചിട്ടുണ്ട്. ആ പരിശോധനയിൽ ഒരു പഞ്ചായത്ത് കമ്മിറ്റി എന്ന നിലയിൽ മേൽ കമ്മിറ്റി ഞങ്ങൾക്ക് നിർദ്ദേശം തന്നിട്ടുണ്ട് ഏത് രൂപത്തിൽ മുന്നോട്ട് പോകുന്നുള്ളത്. അതനുസരിച്ച് പാർട്ടി ഇപ്പം ഇതിന് മുന്നോട്ട് പോകുന്നുണ്ട്. അതിലൊന്നും യാതൊരു അഭിപ്രായ വ്യത്യാസ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ പറയുന്ന മൂസമാഷ് തന്നെയാണ് ഇപ്പം വാണിമേൽ പഞ്ചായത്തിൽ UDFന്റെ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ടാണ് UDF താങ്കളെ ഉയർത്തി കാണിക്കുന്നത്. എത്ര സീറ്റുകൾ നേടി അധികാരത്തിൽ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം പ്രസിഡന്റ് സ്ഥാനാർത്ഥി ആരാണെന്ന് മുൻകൂട്ടി പ്രഖ്യാപിക്കുന്ന രീതിയില്ല. പിന്നെ സ്വാഭാവികമായിട്ടും ഈ വർഷം തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ച് ഐക്യജനാധിപത്യ മുന്നണിയിൽ ജനറൽ വാർഡുകളിൽ ജനറൽ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം എന്താണ് ജനറൽ സീറ്റാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ജയിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രീയമായി വിലയിരുത്തുന്ന ആൾക്കാരുണ്ട്. സീനിയർ ലീഡർ എന്നുള്ള സീനിയോറിറ്റിയും കാര്യങ്ങളും ഒക്കെ ഉള്ള ആളെന്ന നിലയ്ക്ക് എന്നെ എന്ത് ചെയ്യുന്നു ഒരു പ്രസിഡന്റായിട്ട് പറയുന്നു. അല്ലാതെ പാർട്ടി ഔദ്യോഗികമായിട്ട് ആരെയും തീരുമാനിച്ചിട്ടില്ല. ആ തീരുമാനം പഞ്ചായത്ത് ഇലക്ഷന് ശേഷം പാർലമെന്റ് ബോർഡ് കൂടും. ആ പാർലമെന്റ് ബോർഡാണ് അത് ആരെ എന്നെ തീരുമാനിക്കാം. ഇനി മറ്റാരെങ്കിലും ജയിച്ചു വന്നിട്ട് അവരെ തീരുമാനിക്കാം. ഇനി അല്ലെങ്കിൽ വനിതകൾക്ക് കൊടുക്കാം, ആർക്ക് കൊടുക്കാം, അത്രയേ ഉള്ളൂ. എത്ര സീറ്റ് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ഞങ്ങള് ഈ വർഷം നിങ്ങൾ എഴുതി വെച്ചോ വലിയ അട്ടിമറികൾ സംഭവിക്കും. ഞങ്ങൾക്കിപ്പം 10 സീറ്റ് ഞങ്ങളുടെ മുമ്പിൽ സുരക്ഷിതമായിട്ടുണ്ട്, യാതൊരു സംശയവും. 18-ൽ 10 സീറ്റ് സുരക്ഷിതമായിട്ടുണ്ട്. പക്ഷെ തെരഞ്ഞെടുപ്പ് അടുക്കും തോറും ഞങ്ങൾ മനസ്സിലാക്കുന്നത് 1-2 സീറ്റുകൾ ഇനിയും എന്താണ് അട്ടിമറിക്ക് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. കാരണം 5-ാം വാർഡിലൊക്കെ നല്ല മത്സരമാണ്. 5-ാം വാർഡ് CPM-ന് വേണ്ടി പിന്നെ എന്താണ് ഉണ്ടാക്കിയൊരു വാർഡാണ്. ആ വാർഡിൽ കഴിഞ്ഞ പുതുക്കുടി വാർഡും വെള്ളിയോട് വാർഡും കൂടിയിട്ടാണ് 5-ാം വാർഡ് ഉണ്ടാക്കിയത്. ആ വാർഡിൽ ഞങ്ങൾ CPM കുടുംബത്തിൽപ്പെട്ട ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി ഞങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പം ആ സ്ഥാനാർത്ഥി ഇപ്പോൾ നല്ല പ്രവർത്തനം, മികച്ച പ്രവർത്തനം നടത്തിയിട്ട് ഒരു അട്ടിമറിക്കുള്ള സാധ്യത അവിടെ എന്താണ് രൂപപ്പെട്ടു വരികയാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ വാർഡ് വിഭജനമൊക്കെ നടത്തിയിട്ട് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പറയപ്പെടുന്ന LDFന്റെ കാൻഡിഡേറ്റ് സ്വന്തം വാർഡിൽ അദ്ദേഹത്തിന് മത്സരിക്കാൻ വേണ്ടിയാണ് എല്ലാ നിയമങ്ങളും കാറ്റിപ്പറത്തിക്കൊണ്ട് നല്ല വലിയ റോഡുകളൊക്കെ ഉണ്ടായിട്ട് ഊട് വഴികളിലൂടെ ഒക്കെ എന്താണ് വാർഡ് വിഭജിച്ചിട്ട് ആ വാർഡ് വിഭജനത്തിന്റെ പിന്നാമ്പുറങ്ങളൊക്കെ അറിയിച്ചെന്ന് കഴിഞ്ഞാൽ വളരെ വേദനിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ തരത്തിലാണ് എന്ത് ചെയ്തത്, ശരിക്കൊരു എന്താ പറയുക ഒരു കമ്മ്യൂണൽ ഡിവൈഡൊക്കെ നടത്തിയിട്ടാണ് എന്ത് ചെയ്തത് എത്തിച്ചത്. എന്നിട്ടും ആ നേതാവിനോട് മത്സരിക്കാനുള്ള ധൈര്യം കിട്ടുന്നില്ല. എന്തേ കാരണം ഈ പറയപ്പെട്ട വാർഡിൽ മത്സരിച്ചു കഴിഞ്ഞാൽ പാർട്ടി പ്രവർത്തകന്മാർ തന്നെ വോട്ട് ചെയ്യില്ല എന്നുള്ള ബോധ്യം വന്നപ്പോഴാണ് കുറച്ചുകൂടി സുരക്ഷിതമായ മറ്റൊരു വാർഡിലേക്ക് പോയി. ഞാൻ പറഞ്ഞു CPM സ്ഥാനാർത്ഥി ഘട്ടത്തിൽ തന്നെ ആദ്യത്തെ പരാജയം അവരെന്ത് ചെയ്തു അവിടെ എടുത്തു പറഞ്ഞു, അവർ ഉറപ്പിച്ചു കഴിഞ്ഞു. കാരണം സ്വന്തം വാർഡിൽ നിന്ന് ജനറൽ സീറ്റായിട്ട് ഞാനിപ്പം 15-ാം വാർഡിലേക്ക് പോയത് എൻ്റെ വാർഡ് വനിതാ വാർഡാണ്. എൻ്റെ വാർഡ് ജനറൽ വാർഡാണെങ്കിൽ ഞാൻ അവിടെ തന്നെ മത്സരിക്കും. അവിടെയാണ് ഞാൻ എന്ത് കാണിക്കേണ്ടത്. പക്ഷെ സ്വന്തം വാർഡിലെ ജനങ്ങളെ വിശ്വാസമില്ലാത്തത് കൊണ്ട് പരപ്പുപാറയിലേക്ക് മറ്റൊരു വാർഡിലേക്ക് പോകേണ്ടി വന്ന പ്രസിഡന്റ് കാൻഡിഡേറ്റാണ് അപ്പുറത്തുള്ളത്. എന്ന് പറഞ്ഞാൽ ആദ്യഘട്ടം തന്നെ പരാജയം അവർ ചെയ്ത് സമ്മതിച്ചു കഴിഞ്ഞു. ഇനി വരാനിരിക്കുന്നത് അതിലും വലിയ അപകടമാണ് പരിഗണിച്ചിട്ടുള്ളത്. ഏതായാലും വാണിമേൽ ഗ്രാമപഞ്ചായത്തിൽ ഒരു മികച്ച വിജയം നേടുമെന്ന് തന്നെയാണ് UDFന്റെ വാണിമേൽ പഞ്ചായത്ത് ചെയർമാൻ കൂടിയായ 17-ാം വാർഡിലെ സ്ഥാനാർത്ഥി അഷ്റഫ് കോറ്റാല വിശ്വസിക്കുന്നത്. ഏതായാലും ആ വിശ്വാസം സഫലമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കാം.